സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദേവിക MLA ആയ സ്ഥിതിക്ക് ഇതുവരെ വിളിക്കാത്ത അച്ഛൻ്റെ ആൾക്കാർ ഉൾപ്പെടെ നമ്മുടെ ഗിരീഷിൻ്റെ വീട്ടിൽ മാറി മാറി വിളിക്കുന്നുണ്ട് ഓരോ റിക്വസ്റ്റുമായിട്ട്. അച്ഛൻ മരിച്ചതിന് ശേഷം ഇത്രയും വർഷം വിളിക്കാതിരുന്ന അവരെന്തിനാണ് ഇപ്പോൾ വിളിക്കുന്നതെന്ന് ഗിരീഷ് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, സാവിത്രി കുഞ്ഞമ്മയ്ക്ക് ഒരു ആവശ്യം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. മോളുടെ ഒരു ട്രാൻസ്ഫർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പേപ്പർ വർക്ക് പെൻഡിങ് ആയി കിടപ്പുണ്ട്, അപ്പം അതൊന്ന് പറഞ്ഞ് ശരിയാക്കാനാണെന്ന് പറയുമ്പോൾ ഗിരീഷ് പറയുന്നു, ഞാൻ അത്ര വലിയ രാഷ്ട്രീയക്കാരനൊന്നുമല്ല, ഇത് നിസ്സാരം പോലെ ചെയ്തു കൊടുക്കാൻ എന്ന് പറയുമ്പോൾ മോനെയും കൊണ്ട് ചെയ്യാനല്ല, ദേവിയെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കാനാണെന്ന് പറയുന്ന സമയത്ത് രജനി പറയുന്നു, അതേ ഉള്ള പ്രശ്നം, ബന്ധുക്കളൊരു കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കണം ഗിരീഷ് ഏട്ടാ, ഇത് ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം, ഒരു കാരണവശാലും MLAയുടെ മുമ്പിൽ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ശുപാർശ കൊണ്ട് ചെല്ലരുത്, അങ്ങനെ ചെന്നൊന്നും കാണാൻ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ പ്രശ്നമാകുമെന്നൊക്കെ ഗിരീഷ് വാൺ ചെയ്ത് പോകുമ്പം അമ്മ ആകെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് രജനി പറയുന്നുണ്ട്, അമ്മ വിഷമിക്കേണ്ട, ഈ കാര്യം ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കൊള്ളാമെന്ന്. അങ്ങനെ രജനി അങ്ങ് പോകുന്നു. അപ്പം അമ്മയ്ക്ക് ആകെ ഒരു പേടിയുണ്ട്, ഗിരീഷ് പറഞ്ഞ് രജനിയോട് ദേവികയുടെ മുമ്പിൽ ശുപാർശയായിട്ടൊന്നും ചെല്ലരുതെന്ന്. എന്നിട്ടും അത് കേൾക്കാതെ പോയെന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇനി മോൻ വല്ല പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളൊരു പേടിയുണ്ട്. എന്തായാലും നമ്മുടെ രജനിയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് ആ പേപ്പറുമായിട്ട് ചന്ദ്രോത്ത് വീട്ടിലേക്ക് ചെല്ലുന്നു. ദേവിയെ കണ്ട് ആവശ്യം പറയുമ്പോൾ ദേവിക പറയുന്നു, ചേച്ചി ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കരുത്, എനിക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കേട്ടപ്പോൾ രജനി ആകെ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ കാര്യം ചെയ്തു തരാൻ പറ്റുമോ ഇല്ലയോ, യെസ് ഓർ നോ പറഞ്ഞാൽ മതി, കൂടുതൽ വർത്താനമൊന്നും പറയണ്ട, എന്നെ കൊണ്ട് പറ്റില്ല ചേച്ചി, ഇതുപോലുള്ള കാര്യങ്ങൾ പറയരുത് എൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ നിൻ്റെ മുമ്പിൽ ഈ ആവശ്യമായിട്ട് വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കൈയോടെ പ്രഭാവതിയുടെ മുമ്പിലേക്ക് വന്ന് കാര്യം പറയുന്നുണ്ട്. ഞാനൊരു ആവശ്യമായിട്ട് ദേവികയുടെ മുമ്പിലേക്ക് വന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞ എന്താണെന്ന് അമ്മയ്ക്കറിയാമോ, എന്താ മോളെ നീ എന്താവശ്യത്തിനാണ് വന്നത്, അത് ഗിരീഷ് ഏട്ടൻ്റെ കുഞ്ഞമ്മയുടെ മോളുടെ ഒരു ട്രാൻസ്ഫർ കാര്യത്തിന് വേണ്ടിയിട്ട് പേപ്പർ വർക്ക് ചെയ്തു എന്നും അത് കംപ്ലീറ്റ് ആയില്ല, ദേവിക വിചാരിച്ചാൽ അത് നിസ്സാരം പോലെ ചെയ്യാം, പക്ഷേ അവളോട് പറഞ്ഞപ്പോൾ അവൾ പറയാം അവളെയും കൊണ്ട് പറ്റില്ല, ഇങ്ങനെയുള്ള ശുപാർശയായിട്ടൊന്നും ചെല്ലരുതെന്ന്. അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ്, പിന്നെ എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ, അമ്മ അവളുടെ ന്യായം പറഞ്ഞ് നിൽക്കുവാണോ, ഒരു കാര്യം അമ്മ മറക്കണ്ട, പഴയ ദേവികയൊന്നുമല്ല, അവൾ ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു, MLA ആയതിനു ശേഷം തറയിലൊന്നും അല്ല, അതൊക്കെ മോളുടെ വെറും ഒരു തോന്നലാണെന്നും, പിന്നെ അവൾ അധികാരത്തിൽ കയറിയിട്ട് അധികം നാളൊന്നും ആയില്ലല്ലോ, കാര്യങ്ങൾ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് അവൾക്ക് അറിയത്തുമില്ല, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ മനസ്സിൽ വെച്ചിട്ട് പ്രതികാരം വീട്ടുമൊന്നും അല്ല, പ്രതികാരം വീട്ടിയത് തന്നെ അമ്മ, ഇലക്ഷൻ സമയത്ത് ഞാൻ എന്തായാലും അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവളെ മുഷിയിച്ചില്ലേ, അതുകൊണ്ട് അവൾ വിജയിച്ചതിന് ശേഷം ഒരു ആവശ്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൾ അതിൻ്റെയൊക്കെ പ്രതികാരം വീട്ടുന്നതാ എന്ന് പറഞ്ഞ് രജനി അങ്ങ് പോകുന്നു. അപ്പം പ്രഭാവതി ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട്, മോള് സങ്കടപ്പെട്ട് പോകുന്നത് കണ്ട്. അതേസമയം നമ്മുടെ ഋഷി പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് അരുന്ധതി ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. മുമ്പൊരിക്കൽ ഞാൻ പ്രഭാവതി തട്ടിക്കൊണ്ടുപോയി, നിസ്സാരമായിട്ട് അന്ന് തീർക്കാമായിരുന്നു, അന്ന് അമ്മ ഇടപെട്ടത് കൊണ്ടല്ലേ എൻ്റെ പ്ലാൻ നടപ്പാക്കാൻ പറ്റാഞ്ഞത്, ഇന്ന് ലീനയുടെ ശവക്കല്ലറയിൽ ചെന്നപ്പോൾ അവളും എന്നോട് ചോദിക്കുക, എൻ്റെ ജീവൻ നഷ്ടമാക്കിയവരെ ഞാൻ വെറുതെ വിട്ടുവെന്ന്, അവളുടെ മുമ്പിൽ ഉത്തരം പറയാൻ പറ്റാതെ സങ്കടപ്പെട്ടു പോയെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് അരുന്ധതി ആണെങ്കിൽ മോനെ സമാധാനിപ്പിക്കുന്നു. മോൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അരുന്ധതി ചില കാര്യങ്ങൾ ഉറപ്പിച്ച് തീരുമാനിക്കുന്നു. അന്ന് മോന് ചെയ്യാൻ പറ്റാത്ത ആ കർത്തവ്യം അമ്മയായിട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതായത് നമ്മുടെ പ്രഭാവതിയെ കൊല്ലാൻ വേണ്ടിയിട്ട് വാടക കൊലയാളികളെ ഏൽപ്പിക്കുന്നു. ഇത്രയും നാൾ എന്തായാലും പ്രഭാവതിയെ കൂലിക്കാരെ കൊണ്ട് കൊല്ലിക്കില്ല എന്ന് തീരുമാനിച്ച അരുന്ധതി തന്നെയാണ് ഇപ്പോൾ കൂലിക്കാരെ പറഞ്ഞു വിടുന്നത്. ഇലക്ഷൻ കഴിഞ്ഞ് പ്രഭാവതി തോറ്റ് സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പ്രഭാവതി എന്തും ചെയ്യാമെന്നായിരുന്നു ഇതുവരെ വിചാരിച്ചിരുന്നത്. അതുപോലെ ചന്ദ്രോത്ത് പ്രഭാവതിയും സിദ്ധുവും കൂടി ഒരുമിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് പുറത്തൊരു വാടക കൊലയാളി ഒരു വടിവാളുമായിട്ടൊക്കെ വന്ന് നിൽപ്പുണ്ട്. അയാൾ വന്ന് ആ മുറിയുടെ ലോക്ക് അഴിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ സിദ്ധു ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നു. സിദ്ധുവിന് നന്നായിട്ട് അറിയാം അരുന്ധതിക്ക് പ്രഭാവതിയോടുള്ള ശത്രുത എത്രമാത്രം ഉണ്ടെന്ന്. അപ്പം അരുന്ധതി ആയിരിക്കുമോ അല്ലെങ്കിൽ വല്ല കള്ളന്മാരായിരിക്കുമോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ച് സിദ്ധു ആണെങ്കിൽ പ്രഭാവതിയെപ്പോലും അറിയിക്കാതെ എണീറ്റ് ചെല്ലുന്നു. ആ സമയത്ത് ആ വാടക കൊലയാളിയുമായി മൽപ്പിടുത്തം ഉണ്ടാകുകയും അതിൽ നമ്മുടെ സിദ്ധാർത്ഥൻ ഇത്തവണ സാരമായ പരിക്കേൽക്കുന്നുണ്ട്. എന്തായാലും അരുന്ധതി കൃത്യം നിർവഹിച്ച് വരുന്ന കൊലയാളിക്ക് പറഞ്ഞ ക്യാഷ് കൃത്യമായി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ പ്രഭാവതിക്ക് വെച്ച വലയിൽ വീഴുന്നത് സിദ്ധാർത്ഥനാണ്. സിദ്ധാർത്ഥൻ അരുന്ധതിയുടെ ഒരു നോട്ടപ്പുള്ളി തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ അരുന്ധതിയാണെന്ന് തിരിച്ചറിയുന്ന നന്ദനും ദേവികയും ഇനി എന്തൊക്കെ തീരുമാനം കൈക്കൊള്ളും. ഇത്രയും നാൾ തൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് കൂടെ നിന്ന് അരുന്ധതിയെ ദേവിക അധികം താമസിക്കാതെ തള്ളി പറയുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.
അച്ഛനെ ആക്രമിക്കാൻ ശ്രമിച്ച അരുന്ധതിയെയും സംഘത്തെയും എന്തായാലും നമ്മുടെ നന്ദനും ദേവികയും മാപ്പ് കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. പ്രശ്നം എത്രമാത്രം വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി അവർ തന്നെ ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുമെന്ന് തോന്നുന്നു.